ചില വർഷങ്ങൾക്ക് മുമ്പ് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ALS ഐസ് ബക്കറ്റ് ചലഞ്ച് നിങ്ങളിൽ പലരുടെയും ഓർമ്മയിലുണ്ടാകും. ആ സമയത്താണ് ALS എന്നുള്ള ഒരു പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു രോഗം. തലച്ചോറിൽ നിന്നും മസിലുകളിലേക്കുള്ള സന്ദേശം തടസ്സപ്പെടുത്തുന്ന നിലയിൽ നാഡീവ്യൂഹങ്ങൾക്കുണ്ടാകുന്ന തകരാറാണ് ALS. ഈ രോഗം പിടിപെട്ടാൽ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരവസ്ഥയാണ് ആ രോഗികൾക്ക് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ ഈ രോഗം വന്ന ശരീരം ചലനാശേഷി നഷ്ടപ്പെടുമ്പോഴും പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, നിരാശയില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിത്വം നമുക്ക് പരിചയപ്പെടാം. റോയി മാമൻ. ചെറുപ്പകാലത്തൊക്കെ വളരെ ആരോഗ്യമുള്ള ഒരു ശരീരം അല്ലേ, വളരെ ഉത്സാഹത്തോടെ മുമ്പോട്ട് പോയി. ഈ പ്രത്യേക രോഗം എപ്പോഴാണ് ആദ്യമായി തിരിച്ചറിയുന്നത്? എന്തായിരുന്നു അതിൻ്റെ ആദ്യ ലക്ഷണങ്ങളായിട്ട് വന്നത്? അന്നത്തെ നാളുകളിൽ ഈവൻ തിരുവനന്തപുരത്ത് പോലും ഞാൻ വളർന്നു വരുന്ന സമയത്ത് ജിമ്മിൽ പോവുകയും ബോഡി ബിൽഡിങ്ങും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. അങ്ങനെ വളരെ സന്തോഷമായ ആരോഗ്യത്തോടെ ദൈവം നടത്തി. വളരെ യാത്ര ചെയ്യാൻ സന്തോഷമുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും ആരോഗ്യമായി ദൈവം നടത്തി. എന്നാൽ 2017-18 സമയങ്ങളിൽ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ വെയിറ്റ് കുറയാൻ തുടങ്ങുന്നു. അപ്പം വെയിറ്റ് കുറയുമ്പോൾ ആദ്യം വളരെ സന്തോഷമായിരുന്നു. കാരണം എല്ലാവരും അതിനുവേണ്ടി വളരെ പരിശ്രമിക്കുന്നു. എന്നാൽ ഞാൻ ആഹാരം കഴിക്കുന്നുണ്ട്, ആഹാരം കഴിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും കൂടെ ജോലി ചെയ്തവരൊക്കെ ചോദിക്കും, എന്താണ് ഡയറ്റ് അല്ലെങ്കിൽ എന്താണ് എക്സസൈസ് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ ഞങ്ങൾക്ക് കൂടെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ. ആദ്യത്തെ സമയം സന്തോഷമായിരുന്നെങ്കിലും പിന്നെ പെട്ടെന്ന് മനസ്സിലായി ചില മാസത്തിൻ്റെ സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 40-43 പൗണ്ട് വെയിറ്റ് സഡനായിട്ട് കുറഞ്ഞു. വെയിറ്റ് പറയുന്നുണ്ടെങ്കിലും ക്ഷീണമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയായിട്ട് ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ലല്ലോ എന്താണെന്നുള്ള രീതിയിൽ പല വളരെ ഡോക്ടർമാരെ കാണുവാനും സ്പെഷ്യലിസ്റ്റിനെ കാണുവാനും അനവധിയായ ടെസ്റ്റുകൾ ചെയ്യുവാനൊക്കെയും ദൈവം സഹായിച്ചു. യഥാർത്ഥത്തിൽ ഈ ALS എന്ന് പറയുന്ന രോഗം പൊതുവേ ആളുകൾക്ക് അത്ര പരിചയമുള്ളൊരു രോഗമല്ല. കാരണം ഈയിടെയാണ് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് ഒക്കെ ആളുകൾക്ക് വന്നു തുടങ്ങിയത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ALS? എന്തുകൊണ്ടാണ് ഈ രോഗം ഭയാനകമാണെന്ന് ആളുകൾ പറയുന്നത്? ALS എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ആയുസ്സിൽ കേട്ടിട്ടേ ഇല്ല. ഞങ്ങൾ തിരുവനന്തപുരത്താണെങ്കിലും മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് ഞങ്ങൾ ജീവിച്ചത്. പല രോഗികളെയും അവിടെ കൊണ്ടുപോവുകയും അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോഴും ഇവിടെ ഹ്യൂസ്റ്റണിലെ ടെക്സസ് മെഡിക്കൽ സെൻറ്റർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ സെൻ്ററാണ്. പലരും പോവുകയും എടുക്കുകയും ഒക്കെ ചെയ്തായിട്ടുണ്ട്. എൻ്റെ ഈ ഡയഗ്നോസിനുള്ള ബന്ധത്തിലാണെങ്കിലും ആ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യങ്ങളിൽ മേജറായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്തായിരുന്നു. എൻഡോസ്കോപ്പി, കോളോനോസ്കോപ്പി, MRI, സ്കാനിങ്, പിന്നെ കേട്ടിട്ടില്ലാത്ത പലവിധമായ ടെസ്റ്റുകൾ എല്ലാം ചെയ്തു. മനുഷ്യനാൽ സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു. എല്ലാ ടെസ്റ്റും നെഗറ്റീവായിട്ടായിരുന്നു റിസൾട്ട് വരുന്നത്. ഒരു കണക്കിന് അത് നല്ലതാണ്. ഇന്ന അസുഖമില്ല എന്ന് കണ്ടുപിടിച്ചു. പക്ഷേ എന്നാലും എൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അതിൻ്റെ കൂടെ ചെറുതായിട്ടുള്ള ബ്രീത്തിങ്ങിനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇത് ALS ആണെന്ന് മനസ്സിലാക്കിയില്ല. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻ്ററിൽ പോയി. കാരണം മറ്റൊന്നും അല്ലെങ്കിൽ ഈ ക്യാൻസർ ആയിരിക്കും എന്നുള്ളൊരു ചിന്തയിൽ അവിടെയും ടെസ്റ്റുകളെല്ലാം ചെയ്തെങ്കിലും എല്ലാം നെഗറ്റീവായിരുന്നു. അപ്പോഴാണ് എൻ്റെ കൂടുതലായിട്ടുള്ള ബ്രീത്തിങ്ങിന് കൂടുതൽ പ്രയാസം വന്ന് ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പെട്ടെന്ന് എൻ്റെ വേറൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് വിട്ടു. അപ്പോഴാണ് ഒരു സ്പെസിഫിക് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ കൈയുടെ ഇവിടെയൊക്കെയുള്ള മസിലുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ പുള്ളി കണ്ടു. ഇലക്ട്രോമാഗ്നറ്റിക് ടെസ്റ്റേഴ്സ് EMG ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ബ്രെയിനിൽ നിന്നും നമ്മുടെ നട്ടലിൽ നിന്നൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ മസിലിലേക്ക് വരുന്നില്ല. അങ്ങനെയാണ് അവർ ഡയഗ്നോസ് ചെയ്തത്. അപ്പം ചോദിച്ചു എന്താണ് ALS? അത് പിന്നാണ് എനിക്ക് മനസ്സിലായത്. അതിനുള്ള വളരെ ചുരുക്കം ആൾക്കാർക്കാണ് ഈ അസുഖം വരുന്നത്
ഫാമിലി ഹിസ്റ്ററി കൊണ്ടൊരു 10% ആൾക്കാർക്ക്. മറ്റുള്ളത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് യാതൊരു സ്ട്രെയിറ്റ് ഡയഗ്നോസും ഇതുവരെ ഇല്ല, യാതൊരു മെഡിസിനും ഇല്ല, യാതൊരു ക്യൂറും ഇല്ല. ഒറ്റയടിക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നില്ല. എന്നാൽ ഗ്രാജുവലായിട്ട് സ്റ്റഡിയായിട്ട് നമ്മുടെ വീക്ക്നെസ് വന്ന് ഓരോ അവയവങ്ങൾ പ്രയാസങ്ങൾ വരുന്നു. ആദ്യമായിട്ട് ചിലർക്ക് അവരുടെ സംസാരത്തിൻ്റെ ഉള്ള എബിലിറ്റി നഷ്ടപ്പെടുന്നു. ചിലർക്ക് ആഹാരം കഴിക്കുവാനോ വെള്ളം ഇറക്കുവാനോ വയ്യാതെ സോളോയ്ക്ക് അവർക്ക് നഷ്ടപ്പെടുന്നു. മറ്റ് ചിലർക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലമാണ്, കൈകാലുകൾ അനക്കത്തില്ല. ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും ഇതൊക്കെയാണ് അതിൻ്റെ പ്രയാസം. അങ്ങനെ വന്ന് ശരീരത്തിൽ ദൈവം അനുഗ്രഹമായി നമ്മുടെ ഉള്ളിലത്തെ അവയവങ്ങളും എല്ലാം തന്നു. എല്ലാം നന്നായി നടക്കുമ്പോൾ നമ്മൾ അത്രത്തോളം അറിയത്തില്ല. പക്ഷേ ഉള്ള പ്രോബ്ലം അവയവങ്ങൾ ബ്രീത്ത് ചെയ്യാനൊന്നും വയ്യാതെ അവസാനം ആൾക്കാർ ഈ ലോകം വിട്ട് കടന്നു പോകുന്നു. അതിന് മറ്റൊരു വഴിയില്ലെന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞതുപോലെ ഇതൊരു മരണശിക്ഷ എന്നുള്ള രീതിയിൽ. കാരണം വേറെ മാനുഷികമായി യാതൊരു സൊല്യൂഷനും ഇല്ലാത്തൊരു അസുഖമായിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ ഈവൻ എന്നെ ഡയഗ്നോസ് ചെയ്ത ഡോക്ടർ പോലും ഞാൻ ഓർക്കുന്നുണ്ട്, എന്തുവാ ALS എന്ന് അറിയാൻ വയ്യാതിരിക്കുമ്പോൾ ഡോക്ടർ തന്നെ മനസ്സിലാക്കിയിട്ട് പുള്ളി പറയാനൊരു ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് കൂടെ സമയം എടുത്തു. സാധാരണ ഡോക്ടർമാർ മെഡിക്കൽ സ്റ്റാഫ് എന്തും രോഗികളെ കാണുന്നതാണ്, അവർക്ക് ആ കാര്യം പറയുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ഈ പർട്ടിക്കുലർ ഡോക്ടർ പുള്ളി മനസ്സിലാക്കി, പുള്ളിയുടെ പാവം മാറി. പുള്ളി ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനവിടെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫേസ് ചെയ്ത് നടക്കുമായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നിട്ട് പറഞ്ഞു, ഐ എം സോറി ടു ടെൽ യു ആർ ഡയഗ്നോസ്ഡ് വിത്ത് ALS. ഏനോ പക്ഷേ തിരിഞ്ഞു നോക്കിയാൽ അതിൻ്റെ അവിടുന്ന് എത്രയോ അനുഗ്രഹമായ ദൈവം കരുതുന്നു, നടത്തുന്നു എന്നുള്ളതാണ് എൻ്റെ സാക്ഷ്യം. ശാരീരികമായിട്ട് നോക്കിയാൽ കൈകൾ, കാലുകൾ, മസിലുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നൊരവസ്ഥ തന്നെയുണ്ടല്ലേ? സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ദൈവം നൽകിയിട്ടുണ്ട്. അത് തന്നെ ഒരു കാര്യം ദൈവത്തിൻ്റെ നാമം ബഹുത്തപ്പെടുവാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു 3-4 മാസം കൂടുമ്പോൾ ഇവിടെ മെഡിക്കൽ സെൻ്ററിലേക്ക് ചെക്കപ്പിന് പോകും. കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം പോയപ്പോൾ ചെക്കപ്പ് ചെയ്ത ആൾ സംസാരിച്ചിട്ട് ആദ്യം ലോഹ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ടെസ്റ്റ് തുടങ്ങി. ടെസ്റ്റ് കഴിഞ്ഞിട്ട് പുള്ളി വീണ്ടും ചോദിക്കുക, യു ക്യാൻ ടോക്ക്. അപ്പം ഞാൻ വിചാരിച്ചു പുള്ളി എന്തുവായി പറയുന്നത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക, യു ക്യാൻ ടോക്ക്. പുള്ളി ഒരു അതിശയമായിട്ട്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ സംസാരിക്കുന്നത്? പറഞ്ഞു, നിങ്ങളുടെ ഈ ടെസ്റ്റ് കഴിഞ്ഞ് നമ്പർ കണ്ടാൽ യു ഷുഡ് നോട്ട് ബി ടോക്കിംഗ്. പ്രൈസ് ഗോഡ്. സയൻസിന് കഴിയാത്തത് ദൈവത്തിന് കഴിയും. അത് ഇപ്പോൾ ഒരു 7-8 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ആക്ച്വൽ പൾമനോളജി ഡോക്ടറിനെ കണ്ടപ്പോൾ ഈ കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടില്ല. പുള്ളി എൻ്റെ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഗ്രാജുവൽ ഡിക്ലൈൻ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വാട്ട് എവർ യു ആർ ഡൂയിങ്, കീപ് ഡൂയിങ് ദാറ്റ്, ബിക്കോസ് അക്കോർഡിംഗ് ടു ദ നമ്പേഴ്സ് യു ഷുഡ് നോട്ട് ബി ടോക്കിംഗ്. സോ നമ്മുടെ ദൈവത്താൽ അസാധ്യമായ യാതൊന്നുമില്ല. സാധാരണയായി ഇങ്ങനെയൊരു രോഗം വന്നിട്ടുള്ള ആളുകൾ ഭയത്തിലും നിരാശയിലും പെട്ട് നീറി ജീവിതം തള്ളി നീക്കുന്നതായിട്ടാണ് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര സന്തോഷമായും സമാധാനമായും ഇരിക്കുവാൻ കഴിയുന്നത്? അതൊരു വളരെ ശക്തമായൊരു ചോദ്യമാണ്. കാരണം ഞാൻ ഒരു വലിയ വ്യത്യസ്തപ്പെട്ടൊരു വ്യക്തിയല്ല, വെറും സാധാരണ ഒരു വ്യക്തിയാണ്. ജീവിതം എൻജോയ് ചെയ്ത് എല്ലാവരുമായിട്ട് ജീവിച്ചൊരു വ്യക്തി. എന്നാൽ ഈ അസുഖം വന്നപ്പോൾ ഈ ഡോക്ടർമാരുടെ അവരിൽ നിന്ന് മനസ്സിലാക്കിയ ആ പ്രയാസവും ഇത് കണ്ടെടുത്തോളമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് എന്നെ കൊണ്ടോ തന്നെയോ മാനുഷികമായിട്ടോ ഇതിന് യാതൊരു പ്രതിവിധിയും ഉള്ള ഒരു കാര്യമല്ല. എന്നാൽ എന്തുകൊണ്ടോ ഒരു ധൈര്യം ദൈവം തന്നു. ഞാനെപ്പോഴും വിചാരിച്ചു, സർവ്വലോകത്തെയും നിർമ്മിച്ച ദൈവം, എന്നെ നിർമ്മിച്ച ദൈവം, ഹീ നോസ് വാട്ട് ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ അന്ന് ALS എന്ന് കേട്ടെങ്കിലും
മറ്റു കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഭയാനകരമായ ഒരു കാര്യമാണെന്നുള്ളത് മെഡിക്കൽ സ്റ്റാഫിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല. അതിന് ഒരു പ്രത്യേക ധൈര്യം ദൈവം ആ സമയത്ത് തന്നു. അതിന് ശേഷം ഞാനും എൻ്റെ വൈഫ് ജോളിയുമായിട്ട് ഇരുന്നു. നമ്മുടെ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത്, ആരുടെ അടുത്തും പറയണ്ട, ഇത് ഒരു പ്രൈവറ്റ് മാറ്ററാണ്, ഇത് ഏതാണ്ട് ഒരു മോശമായ കാര്യങ്ങളാണ്, അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് നമുക്ക് സാധാരണ വരുന്നത്. എന്നാൽ ദൈവം ഞങ്ങൾക്ക് ഒരു പ്രത്യേക കൃപ തന്നു. അങ്ങനെയൊന്നും വിചാരിച്ചത് മൂടി വെക്കാതെ നമ്മുടെ ഇല്ലായ്മ അവസ്ഥ മുഴുവനായി ദൈവത്തിലേക്ക് അർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഫാമിലിയോടും നമ്മുടെ കൂട്ടുവിശ്വാസികളായ സഹോദരന്മാരോടും പ്രാർത്ഥനയ്ക്കായിട്ട് ഇത് പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അവരെല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥന അത് സോഷ്യൽ മീഡിയയുടെ സമയങ്ങളായിരുന്നുകൊണ്ട് അത് പല പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലേക്ക് പോവുകയും ഈ ഹ്യൂസ്റ്റണിൽ മാത്രമല്ല, ടെക്സസിൽ നിന്ന് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലും ലോകമെമ്പാടുമുള്ള ദൈവജനം എന്നെ ഓർത്ത് പ്രത്യേകമൊരു പ്രാർത്ഥന വിഷയമാക്കി. ഇപ്പോഴും അങ്ങനെ ചെയിൻ പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പോലും അറിയുന്നില്ല, എന്നെ നേരിട്ടറിയാത്തവർ പോലും ആത്മീയ ബന്ധം എന്നുള്ള രീതിയിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. പ്രാർത്ഥന ഒരിക്കലും വൃഥാവാകത്തില്ല. ദൈവം പ്രാർത്ഥന കേൾക്കും. അതാണ് എൻ്റെ സാക്ഷ്യം, അതാണ് എൻ്റെ ധൈര്യം. എനിക്ക് യാതൊരു രീതിയിലും മരുന്നിനെ ആശ്രയിപ്പാനില്ല, ഡോക്ടർമാരിൽ ആശ്രയിപ്പാനില്ല, മനുഷ്യരിൽ ആശ്രയിപ്പാനില്ല. നമ്മുടെ കയ്യിലുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം എനിക്കൊരു ബുദ്ധി തന്നത്, വെറുതെ മനുഷ്യൻ്റെ പുറകെ നടക്കാതെ, മെഡിക്കൽ സയൻസിൻ്റെ പുറകെ നടക്കാതെ കർത്താവിൽ ആശ്രയിക്കുക. ആ ആശ്രയം ദാറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർന്നുകൊണ്ട് നമ്മൾ പല വാക്യങ്ങളും പഠിക്കുന്നുണ്ട്. ടേസ്റ്റ് ആൻഡ് സീ ദ ലോർഡ് ഈസ് ഗുഡ്. അത് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരോട് പറയും, നമ്മൾ തന്നെ പറയും. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കുവാൻ ഇതൊരു കാരണമായി. അതെ, ഓരോ ദിവസവും അതിനോട് ചേർത്ത് ഒരു വാക്കുകൂടെ പറയാൻ തന്നെ ഇരിക്കുമ്പോൾ ദൈവം നല്ല ആലോചനകൾ തരും. അതിലൊന്നായിരുന്നു ഇങ്ങനെ ടേസ്റ്റ് ആൻഡ് സീ എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത്, ഒരു ഉദാഹരണം ചുരുക്കത്തിൽ പറയാം. നമ്മൾ ഈ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ടി വിയിലൊക്കെ കാണും, പാചക കാര്യങ്ങൾ ടി വിയിൽ കാണിക്കും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എല്ലാം ഉണ്ടാക്കിയിട്ട് ചെയ്യുന്ന ആൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം, എന്തൊരു നല്ല ഫുഡായിരിക്കുന്നു. നമ്മൾ ഇതാണ് പ്രസംഗങ്ങളിൽ കൂടി കേൾക്കുന്നത്. പക്ഷേ കാഴ്ചക്കാരായിരിക്കുന്നവർക്ക് അത് അനുഭവിക്കാൻ പറ്റത്തില്ല. ദൈവം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ തരുമ്പോൾ അത് ടേസ്റ്റ് ആൻഡ് സീ, അത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുകയല്ല, വായിക്കുകയല്ല, അത് ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. അതാണ് എനിക്ക് മരണത്തെക്കുറിച്ച് പേടിയില്ല. കാരണം ദൈവം എന്നെ സ്നേഹിച്ച് ഈ ലോകത്തിലെ ജീവിതം കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഏറ്റവും അനുഗ്രഹമായ ജീവിതം കർത്താവ് ഒരുക്കിയിരിക്കുന്നു. എന്നാൽ ഈ അവസ്ഥയിലും സമാധാനവും സന്തോഷവും സംതൃപ്തിയും തന്ന് മരണത്തെ പേടിയില്ലാതെ ഏറ്റവും സന്തോഷമായി സമൃദ്ധിയിൽ ദൈവം നടത്തുന്നു എന്ന് പറയാൻ കഴിയുന്നത് ആ ദൈവസ്നേഹം മുഖാന്തരമാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് അതിനെ സഹായിച്ചിരിക്കുന്നത്. ദൈവം നൽകുന്ന സമാധാനത്തെപ്പറ്റി ബൈബിൾ പറയുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു ദിവ്യ സമാധാനം നമുക്ക് തരികയാണ്, അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്ത, ഭക്ഷണം കഴിക്കുവാനോ വെള്ളം കുടിക്കുവാനോ അങ്ങനെ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ശരീരമായിരിക്കുന്നത്. അപ്പോൾ അതേസമയം തന്നെ കുടുംബത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ട് ഇതിനോടനുബന്ധിച്ച് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. കുടുംബത്തെപ്പറ്റി എന്താണ് പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ് അത് ഓർക്കാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി എൻ്റെ വൈഫ് ജോളി കൂടെ ആയിരിക്കുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ നാളുകൾ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ജീവിപ്പാൻ ദൈവം സഹായിച്ചു. 2 പെൺകുഞ്ഞുങ്ങളെ തന്നു. അവർ വിവാഹിതരാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ ഡയഗ്നോസിസ് കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഞങ്ങളുടെ അടുത്തോട്ട് വന്ന് ഞങ്ങൾക്ക് സഹായമായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഈ അസുഖം ഡയഗ്നോസ് ചെയ്ത സമയത്ത് വെയിറ്റ് ലോസ് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടായി.
അത് കഴിഞ്ഞിങ്ങനെ ഓരോ ദിവസവും നമ്മൾ അറിയാതെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക് നമ്മൾ അറിയത്തില്ല ഇന്നത് നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ തിരിഞ്ഞു നോക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പം തന്നെ കൈ ഇത്രയമേ മൂവ് ചെയ്യത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റാൽ ബാത്റൂം കാര്യങ്ങൾ, പല്ല് തേക്കുക, ഷേവ് ചെയ്യുക, അവനവൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാം. അത് ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടു. കൈ കൊണ്ട് പേന പിടിക്കാനൊക്കത്തില്ല, ബ്രഷ് പിടിക്കാനൊക്കത്തില്ല, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. എന്നാൽ ഇതിനൊക്കെയും ഓരോ കാര്യത്തിനും ജോലി എന്നോട് കൂടെ നിന്ന് എനിക്ക് വേണ്ടി അത് ഓരോന്നോരോന്നായി ചെയ്തു തന്നു. അങ്ങനെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവം 3 ഗ്രാൻഡ് ചിൽഡ്രനെ തന്നിട്ടുണ്ട്. ഞാൻ നോക്കായിരുന്നു, ഇളയ കുഞ്ഞിനിപ്പം ഏതാണ്ട് ഒരു 4 മാസം പ്രായമാകുന്നു. ആ കുഞ്ഞിന് രീതിയാണ് എനിക്ക്. ഞാനൊരു വലിയൊരു മനുഷ്യനാണ്, പക്ഷേ ആ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്തതിനെക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് വേണം. ഉള്ളി വ്യത്യാസം എനിക്ക് സംസാരിക്കാൻ ദൈവം ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാലൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ ആരുടെങ്കിലും പറഞ്ഞ് കാല് മൂവ് ചെയ്യണം, മുഖത്തൊന്ന് ചൊറിയണമെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് അവർ ചൊറിയിച്ച് തരണം. അങ്ങനെ ഇപ്പോൾ വന്ന് കഴിഞ്ഞ വർഷം ആദ്യമൊക്കെ എനിക്ക് നടക്കാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈ ചർച്ചിലെ ചെയറിൽ ഇരിക്കാൻ പ്രയാസമായതുകൊണ്ട് ഞാനൊരു ലോൺ ചെയർ കൂടെ കൊണ്ടുവന്ന് അതിലായിരുന്നു ഇരുന്നുകൊണ്ടിരുന്നത്. ഈ ദിവസങ്ങളിൽ ഇപ്പോൾ അത് നടക്കുന്നില്ല, നിൽക്കാനൊക്കത്തില്ല. ആരെങ്കിലും പിടിച്ചാൽ 2-3 പേര് പിടിച്ചാൽ നിർത്തിയാൽ പോലും നിൽക്കാൻ പ്രയാസമാണ്. കട്ടിലേന്ന് വീൽ ചെയറിലോട്ട് ഒരു കോയർ ലിഫ്റ്റ് വഴിയാണ് എന്നെ ട്രാൻസ്ഫർ ചെയ്തത്. രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ ഈ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. വൈകുന്നേരം പിന്നെ തിരിച്ച് ബെഡിൽ കൊണ്ടുപോകും. എന്നാൽ ഈ കഴിഞ്ഞ ചില മാസങ്ങളായി രാത്രിയിൽ കിടന്നാൽ ബെഡിൽ തന്നെ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ സ്വതമേ ഒക്കത്തില്ല. ഞാനപ്പോൾ രാത്രിയിൽ ജോലിയെ ഏതാണ്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ കൂടി വിളിച്ച് ഉണർത്തും. എന്നിട്ട് താനെ എന്നെ ചരിച്ച് കിടത്തി തലയുടെ മറ്റും വെച്ച് എങ്ങനെ ഇരിക്കും. അവിടെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പിന്നെയും വിളിച്ച് എഴുന്നേപ്പിച്ച് പുറത്തോട്ടാകും. അപ്പോൾ ദൈവം എത്രയോ അനുഗ്രഹമായി ജോലിക്കും വേണ്ടുന്ന കൃപ കൊടുത്ത് എന്നെ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളായാലും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെയും ഒരു കുഞ്ഞിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കുന്നതിന് വലിയ പ്രയാസമില്ല. ഇത്രയും വെയിറ്റുള്ള എൻ്റെ ആ രീതിയിലാണ്. അപ്പോൾ അത് അവർക്കെല്ലാവർക്കും ഒരു ബർഡൻ. ഇത് ഒരു പ്രാവശ്യം ചെയ്ത കാര്യമല്ല, അനവധി പ്രാവശ്യം ഒരു രാത്രി, അങ്ങനെ എല്ലാ ദിവസങ്ങളും അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഇത് അവനവന് തന്നെയും വളരെ ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഡിസ്കറേജിങ് ആകുന്നൊരു സിറ്റുവേഷനാണ്. കാരണം ഇതിൽ നിന്ന് ഒരു കുഞ്ഞാണെങ്കിൽ അത് ഓരോ ദിവസം കഴിയുമ്പോഴും വളരുന്നു. അതിൻ്റെ അവസ്ഥയ്ക്ക് അത് വളർന്ന് ബെറ്ററായിട്ട് വരിക. എൻ്റേത് നേരെ ഓപ്പോസിറ്റാണ്. ഓരോ ദിവസം കഴിയുന്നവരും ഇന്നലെ ചെയ്തത് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നത് നാളെ ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അതിൻ്റെയൊക്കെ മധ്യേ ദൈവം തരുന്നത് ഒരു ആലോചന തന്നു. അതായത് നമ്മുടെ മാനുഷികമായ രീതിയിൽ നമ്മൾ കർത്താവെ എനിക്കെന്താണ് ഇത് തന്നത്, എന്തുകൊണ്ട് ഇത് ചെയ്തു, പല രീതിയിൽ നാം ക്വസ്റ്റ്യൻ ചോദിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ തക്കോണം ദൈവം എന്നെ സഹായിച്ചു. എൻ്റെ ചിന്തയിൽ തന്നത് ഇതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ സാക്ഷ്യത്തിൽ. ഒരു ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ ദൈവം തന്ന ചിന്തയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പല കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു, എന്നാൽ അതിൽ ചിലത് ഇപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ആലോചന ദൈവം തന്നത് 10-15 കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിപ്പോൾ 5 കാര്യങ്ങൾ ചെയ്യാനൊക്കുന്നില്ല. നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, കർത്താവെ എന്തുകൊണ്ട് എനിക്ക് 5 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ദൈവം തന്ന ആൻസർ, നിനക്ക് 15-ൽ 10 കാര്യങ്ങൾ ഇപ്പോഴും ചെയ്യാം. സോ വൈ ഡോണ്ട് യു ബി ഹാപ്പി വിത്ത് ദാറ്റ് വൺ ആൻഡ് ഡു ദാറ്റ് റാദർ ദാൻ സിറ്റ് ദെയർ ആൻഡ് കംപ്ലൈൻ. അത് എന്നെ വളരെ ധൈര്യപ്പെടുത്തി. പല കാര്യങ്ങൾക്കും അങ്ങനെയുള്ള ചിന്ത വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ച് നമുക്ക് ധൈര്യം തരുന്നു, വാക്യങ്ങളെ തരുന്നു. അങ്ങനെ സമൃദ്ധിയായി തന്നെ ദൈവം ഈ സിറ്റുവേഷനിലും സന്തോഷമായി നടക്കുവാൻ ദൈവം സഹായിക്കുന്നു. അതാണ് ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും നല്ല ചിന്തകൾ തന്ന്, വാക്യങ്ങൾ തന്ന്, അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ തന്ന്, അതിൻ്റെ ഈരടികൾ, ട്യൂൺ മാത്രമല്ല അതിൻ്റെ ഈരടികൾ നമ്മളെ സമാധാനിപ്പിക്കുന്നു,
ദൈവം കൂടെ ഇരിക്കുന്നു. എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇതാണ്, തീയുടെ മധ്യേ കൂടെയാണ് ഒരു പക്ഷേ ഞാൻ കടന്നു പോകുന്നത് മാനുഷികമായി ചിന്തിച്ചാൽ. എന്നാൽ എൻ്റെ ഓർമ്മയിൽ വന്നത് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ, അവർ തീയിൽ അവരെ ഇട്ടവർ പോലും അവർ മരണം വഴിയായി കടന്നുപോയി. മറ്റുള്ളവരുടെ നോട്ടത്തിൽ അവർ തീക്കകത്ത് നിൽക്കുകയാണ്. എന്നാൽ അവർ 3 പേരെ ഇട്ടവരുടെ മധ്യേ 4ാമത് ഒരുവനുണ്ടായിരുന്നു. ആ കർത്താവാണ് എൻ്റെ കൂടെ ഇപ്പോഴും ഉള്ളത്. അവരെ ആ തീയിൽ നിന്ന് വലിച്ച് മാറ്റിയപ്പോൾ ഒരു പ്രത്യേക വാക്യമുണ്ട് നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ. അവരുടെ വസ്ത്രം കരിഞ്ഞു പോയില്ലെന്ന് മാത്രമല്ല, അവർ പൊള്ളലേറ്റെന്ന് മാത്രമല്ല, ആ തീയുടെ മണം പോലും ഇല്ലായിരുന്നു. ആ രീതിയിലാണ് എന്നെയും യാതൊന്നും എൻ്റെ ഹൃദയത്തെ തൊടാതെ ഈ പ്രതിസന്ധിയിലും ദൈവം എന്നെ അനുഗ്രഹമായി കൂടിരുന്ന് വഴി നടത്തുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ദൈവകൃപ എന്നുള്ളതിൻ്റെ മറ്റൊരർത്ഥം ബൈബിളിൽ കാണുന്നത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. കർത്താവിൻ്റെ പ്രിയദാസനിൽ ആ ഒരു വലിയ ദൈവകൃപ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ പ്രിയ റോയി അങ്കിളിനെ ശുശ്രൂഷിക്കുന്നതിൽ പ്രിയ ആൻറ്റിക്കും അതേ ദൈവകൃപ ലഭിക്കുന്നു എന്നുള്ളത് വളരെ അധികം നമുക്ക് സന്തോഷം നൽകുവാൻ കഴിയുന്ന കാര്യമാണ്. പലപ്പോഴും ഇങ്ങനെയുള്ള കഷ്ടതകളും പ്രയാസങ്ങളും വരുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ദൈവം എത്ര ക്രൂരനാണ്, അങ്ങ് അകലെ എവിടെയോ ഇരിക്കുന്ന മനുഷ്യൻ്റെ വേദനകൾ കണ്ട് ചിരിക്കുന്ന ക്രൂരനായ ഒരു കഥാപാത്രമാണ് ദൈവം എന്ന് ചിലരെങ്കിലും കരുതി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം ഇല്ല എന്ന് കരുതുന്ന ചില ആളുകളുമുണ്ട്. എന്നാൽ താങ്കളുടെ ഈ സാക്ഷ്യ വാചകങ്ങൾ ഞാൻ മറ്റു പലകളിലും കേട്ടിട്ടുണ്ട്. വ്യക്തിപരമായി അനുഭവിക്കുന്ന ഒരു അനുഭവമാണ് ദൈവം എന്ന് താങ്കളുടെ സാക്ഷ്യത്തിൽ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഒന്ന് ആ കാര്യം ഒന്ന് പറയാമോ? തീർച്ചയായും. ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് ഞാനൊരു ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ചു വളർന്നു. അതുകൊണ്ട് മാനുഷികമായി വിചാരിക്കും ഞാനൊരു ക്രിസ്ത്യാനിയായെന്ന്. എന്നാൽ മതമല്ല, എല്ലാ മതങ്ങളും പറയുന്നുണ്ട് നല്ല കാര്യം ചെയ്യുക. എന്നാൽ വ്യത്യാസമുള്ളത് എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ ഞാനും ഒരു പൊത്തരുത്തത്തോടൊക്കെയും ജീവിച്ചു. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ കുറ്റം പറയാനൊന്നുമില്ല. ആ രീതിയിൽ ജീവിച്ചെങ്കിലും ഞാൻ എൻ്റെ കാര്യം പറയുമ്പോൾ ഈ ALS അസുഖം ദൈവം എനിക്ക് തന്നത് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം ഗോഡ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും അസുഖം വന്നതാണോ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ, ആ ദൈവവുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൂടുതലായി എനിക്ക് അനുഭവിപ്പാൻ, എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ കാരണമായത് ഈ അസുഖമാണ്. ഈ അസുഖമില്ലായിരുന്നെങ്കിൽ ഞാൻ പുത്തുരുത്തത്തിൽ ബാക്കിയുള്ള ജീവിതങ്ങളും നയിച്ചങ്ങ് പോയേനെ. എന്നാൽ എൻ്റെ ആ ജീവിതത്തിൻ്റെ അവസരത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു. എനിക്ക് മനസ്സിലാക്കി തന്നു ദൈവം അല്ലാതെ മറ്റൊരുവരിലും ആശ്രയിപ്പാനില്ല. എന്നാൽ ആ ഒരു കാര്യം വരണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നടക്കേണ്ട കാര്യം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകണം. നമ്മൾ അപ്പോൾ എനിക്കിപ്പോൾ പല സമയങ്ങളുണ്ട് ചിന്തിപ്പാനും എടുപ്പാനും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ പല മതങ്ങളുണ്ട്, പല ഗുരുക്കന്മാരുണ്ട്, അവരൊക്കെ നല്ല ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അവരൊക്കെ പറയുന്നത് നീ നല്ല കാര്യം ചെയ്യുക, നിനക്ക് നല്ലത് ഭവിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാനിപ്പോൾ എന്തോ ചെയ്തിട്ടാണ് ഈ അസുഖം കിട്ടിയത്, അങ്ങനെയുള്ള പല ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലും വന്നു. എന്നാൽ എൻ്റെ ചിന്തയിൽ വന്നത് കർത്താവായ യേശു ക്രിസ്തു എന്ന വ്യക്തി ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നു. എന്നാൽ മറ്റ് ഉള്ളതിനേക്കാൾ കൂടുതലായി പ്രവചിച്ചിരുന്നു ദൈവം കർത്താവ് വരുന്നു. ആ രീതിയിൽ കന്യകയുടെ മകനായി അത്ഭുതകരമായ രീതിയിൽ കർത്താവ് ജനിച്ചു. 33 വർഷക്കാലം ലോകത്തിൽ ജീവിച്ചു. തൻ്റെ ജീവിതം എല്ലാം ഏറ്റവും നമുക്ക് അനുഗ്രഹമായ രീതിയിൽ വേദപുസ്തകത്തിൽ കാണുവാൻ കൊണ്ട് സാധിക്കും. ചിലരൊക്കെയും അവരെ ബൈബിളിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവം ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഇസ്രായേൽ വിസിറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവിടെ ഒരു കാര്യം ഞാൻ കൂടുതലായി ശ്രദ്ധിച്ചത്, ഈ ഇസ്രായേലിൽ പോയത് മോക്ഷം കിട്ടാനൊന്നുമല്ല, ഇസ്രായേലിൽ പോയത് ആ ദൈവം നടന്ന ആ പാതകളൊക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ചിന്തയിൽ ഇവിടെ ഒരു ഗ്രൂപ്പ് പോയപ്പോൾ അവരിവിടെ പോകാൻ പറ്റി. അതിനും ദൈവം ആരോഗ്യമുള്ള സമയത്ത് സാവകാശത്തെ തന്നു. എന്നാൽ മറ്റുള്ളതിനേക്കാൾ ബൈബിളിലെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ കണ്ട സ്ഥലങ്ങളുടെ പേരുകൾ 2000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിരിക്കുന്ന ബൈബിളിൽ ഈ സ്ഥലങ്ങളുടെ പേര് അതുപോലെ എഴുതിയിട്ടുണ്ട്, അവിടുത്തെ കാഴ്ചകളാണ്. സോ ബൈബിൾ ഏറ്റവും വിശ്വാസ്യമായ ഒരു ഗ്രന്ഥമാണ്. അത് മനുഷ്യർ ക്യൂരിയോസിറ്റി ഉള്ള ആൾക്കാരാണ്. അവർക്ക് ക്യൂരിയോസിറ്റിക്ക് വേണ്ടി
ദൈവം ആ ബൈബിൾ തുടങ്ങുന്നതിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങളാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അത് കഴിഞ്ഞിട്ട് വായിച്ച് വരുമ്പോൾ, താളുകൾ വായിച്ച് വരുമ്പോൾ, ദൈവം മനുഷ്യരെ ഉണ്ടാക്കിയ ദൈവത്തിന് ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയാണ്. മറ്റ് ഏതൊരു കാര്യത്തെക്കാട്ടും ബൈബിളിലെ വ്യത്യാസം എന്ന് പറയുന്നത്, ദൈവം മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെയും മനുഷ്യന് ദൈവത്തെ അന്വേഷിക്കാൻ പറയുമ്പോൾ, ഇവിടെ ഇതാ കാണും, ദൈവം മനുഷ്യനെ അന്വേഷിച്ച് ലോകത്തിൽ വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ മരിച്ച്. അതൊക്കെയും എൻ്റെ ഏറ്റവും കാതലായ കാര്യം എന്ന് പറയുന്നത് സ്നേഹമെന്ന റിലേഷൻഷിപ്പാണ്. മറ്റ് കാര്യങ്ങളിൽ വേറെ ഒരിടത്തും അങ്ങനെ ഒരു കാര്യമില്ല. ഞാൻ കണ്ടിടത്തോളം സ്നേഹിച്ച്, പാപിയായ മനുഷ്യനെ സ്നേഹിച്ച് പാപത്തിൻ്റെ പരിഹാരം തന്ന് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത്, ഇതിപ്പം വയ്യാത്ത അവസ്ഥയിൽ പോലും എന്നെ ഏറ്റവും സമാധാനത്തോടെയും സന്തോഷത്തോടെ നടത്തുന്നു. വേറെ ഏതൊരു സോഴ്സിലും കിട്ടാത്ത സമാധാനം അനുസരിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാനൊക്കത്തില്ലെങ്കിലും മാനുഷികമായി എനിക്ക് ഇപ്പോഴും പല ആഗ്രഹങ്ങളുണ്ട്. ഏറ്റവും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടും ഫാമിലിയോടും മറ്റുള്ളവരോട് ചേർന്ന് സംസാരിക്കാനും ഇടപെടുവാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഭക്ഷണം ഞാനിപ്പോഴും ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. കഴിക്കാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. രാത്രിയിൽ ഉറങ്ങാൻ എന്നെ ദൈവം അനുവദിക്കുന്നുണ്ട്. സോ പ്രയാസങ്ങളുടെ മുമ്പാകെ പ്രയാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആകുന്ന കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനും സമാധാനം, അത് പറയാൻ എളുപ്പമുണ്ട്. അവനവന് തന്നെ അനുഭവിച്ചറിയുന്ന സമാധാനത്തിന് ദൈവം സഹായിക്കുന്നു. കർത്താവ് നമ്മുടെ റിലേഷൻ പറയുന്നത് അമ്മ കുഞ്ഞിനെ അത് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പാണ് ഒരു കണക്കിന്. മറ്റൊരു റിലേഷൻഷിപ്പ് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. അത്രയുമുള്ളൊരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലാണ് നമുക്ക് എല്ലാം തുറന്നു പറയാം, എല്ലാ ആശ്വാസങ്ങളും കിട്ടും, എല്ലാം കരുതുന്ന ആ ഒരു ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. ആ ദൈവമാണ് എന്നെ ഏറ്റവും സമാധാനമായി നടത്തുന്നത്. ഇനിയും ഒരു പക്ഷേ ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഈ ഭൂമിയിൽ കാണത്തില്ല. പക്ഷേ എനിക്ക് മരണത്തെ ഭയമില്ല. കാരണം ഇതിനേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ഈ മരണാന്തര ജീവിതം ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നത്. എന്നെ പലപ്പോഴും സന്തോഷിക്കുന്ന ഒരു പാട്ട് പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്കൊന്ന് സാജൻ അച്ഛൻ എഴുതിയ ഒരു പാട്ടുണ്ട്, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. സോ നമുക്ക് ആശ്വസിക്കാനുള്ളത്, പല അസുഖങ്ങളും ഇതിനൊരു സീസണുണ്ട്, അത് കഴിയുമ്പോൾ അത് മാറും. ഈ സീസണിൽ നടക്കാൻ ദൈവം നമ്മളെ സഹായിക്കും. ഒരുപക്ഷെ ഈ സീസൺ നീണ്ടുപോയി നമ്മുടെ ഇവിടുത്തെ അവസ്ഥ കഴിഞ്ഞാൽ ഇതിനേക്കാളും അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് ദൈവം നമ്മളെ നടത്തുന്നത്. സോ ആ രീതിയിൽ ദൈവം അനുഗ്രഹമായ സമാധാനമായി നടത്തുന്നു. തീർച്ചയായിട്ടും കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ അത് സാധിക്കുന്നത് യഥാർത്ഥത്തിലൊരു ക്രിസ്തു ഭക്തന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഇത് ഒരു മതത്തിൻ്റെ ആചാരങ്ങളോ ചട്ടങ്ങളോ നൽകുന്ന ഒരു സമാധാനമല്ല. ഇത് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന പുതിയ ജീവൻ്റെ ആ ഒരു തുടിപ്പാണ്, അല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ സുഗന്ധം, ആ മാധുര്യം ആസ്വദിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതുപോലെ പല മതങ്ങളും, എല്ലാ മതങ്ങളും തന്നെ, ക്രിസ്തുമതം ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ നല്ലവനാകണം. നല്ലവനായാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പോകാൻ കഴിയും. മത ആചാരങ്ങളും പ്രമാണങ്ങളും യഥാർത്ഥത്തിൽ മനുഷ്യന് സമാധാനം നൽകുന്നതിനേക്കാൾ ഏറെ അമിത ഭാരമാണ് നൽകുന്നത്. കാരണം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ആ ഒരു വലിയ ക്രൂരതയായിട്ട് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മതങ്ങളിൽ പെടാത്ത ആളുകളെ ഉപദ്രവിക്കണം എന്നൊക്കെയുള്ള അങ്ങനെയുള്ള ഉപദേശങ്ങൾ സാധാരണ കാണാറുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിരുന്ന കാൾ മാർക്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മതം മനുഷ്യനെ മയക്കുന്ന മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ കറുപ്പാണ്. യഥാർത്ഥത്തിൽ അതൊരു സത്യമാണ്. എന്നാൽ ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് മതം അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവമാണ്. പുതിയ ജീവൻ, പുതിയ സൃഷ്ടിയാക്കപ്പെടുന്ന, പുതിയ ജീവൻ നൽകുന്ന മാധുര്യമേറിയ ഒരു അനുഭവം. എങ്ങനെയാണ് ഈ ഒരു ബന്ധത്തിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയുന്നത്? കാറൽ മാർക്സ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. മതങ്ങൾ അവരുടെ ചട്ടക്കൂട്ടത്തിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആ മതത്തിന് തരാൻ കഴിയാത്തൊരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു ആ റിലേഷൻഷിപ്പിൽ കൂടെ നമ്മളോട് സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ALS ഈസ് എ ഗിഫ്റ്റ് ഫോർ മീ. ബിക്കോസ് ഞാനിപ്പോൾ അത് എനിക്കിനി എത്ര ദിവസമുണ്ടെന്ന് അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് സംസാരിക്കാം, നാളെ ഒരുപക്ഷെ സംസാരിക്കാൻ പറ്റത്തില്ല. സോ കിട്ടുന്ന സമയങ്ങൾ
കുറച്ചും കൂടി ഒരു ധൃതിയിലാണ് മറ്റുള്ളവരോട് ഈ നല്ല സന്ദേശം അറിയിക്കണം. അവരത് അക്സെപ്റ്റ് ചെയ്താൽ അവർക്കും ഈ സന്തോഷത്തിൻ്റെ അവസ്ഥ. ജീവിതം എളുപ്പമല്ല. അസുഖമാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം ആകാം, റിലേഷൻഷിപ്പ് പ്രോബ്ലം ആകാം, ഭാര്യ ഭർത്തൃബന്ധങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ, ജോലിയിൽ പല വിധമായ പ്രശ്നങ്ങളുണ്ടാകാം. എന്നാൽ എല്ലാത്തിൻ്റെ മധ്യയും നമുക്ക് ആശ്വാസം തരാൻ കർത്താവ് കൂടെയുണ്ട്. ആ ബന്ധത്തിലേക്ക് വരണം എന്നുള്ളത് ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതായത് എന്നാൽ പല കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് രക്ഷ പ്രാപിക്കാനൊക്കത്തില്ല. കാരണം ദൈവത്തിൻ്റെ വിശുദ്ധിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മാനുഷികമായിട്ടുള്ള ചെയ്ത കാര്യങ്ങളൊക്കെ കറവരണ്ട വസ്ത്രം പോലെയാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവം തരുന്ന ദാനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ദൈവമക്കളാകുവാൻ സഹായിക്കും, കർത്താവിൻ്റെ അനുകാരികളാകുവാൻ സഹായിക്കും. അങ്ങനെ ആയവർ ചെയ്യേണ്ട കാര്യമാണ് നല്ല പ്രവൃത്തികൾ. അങ്ങനെ വരുമ്പോൾ അത് അനുഗ്രഹമായി തീരും. തീർച്ചയായിട്ടും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് ബൈബിൾ വചനം. ഈ കേട്ട സാക്ഷ്യങ്ങളിൽ നിന്ന്, ഈ വാക്കുകളിൽ നിന്ന് അതാണ് ബോധ്യമാകുന്നത്. കാരണം ആ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കഷ്ടതയുടെ നടുവിൽ ലഭിക്കുന്ന ഈ സന്തോഷം എന്ന് പറയുന്നത് ലോകത്തിന് ഒരിക്കലും തരാൻ കഴിയുന്നതല്ല. ലോകം എപ്പോഴും നിരാശയും ദുഃഖവുമാണ് തരുന്നത്. എന്നാൽ ഈ പുതിയ സൃഷ്ടിയായി തീർന്ന ദൈവത്തിൻ്റെ ജീവനുള്ളിൽ തരുന്ന ഈ ഒരു സമാധാനം എന്ന് പറയുന്നത് അത് ഒന്ന് വേറെ തന്നെയാണ്. പലപ്പോഴും ഞാനിങ്ങനെ താങ്കളുടെ സാക്ഷ്യങ്ങൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പം അങ്കിൾ തന്നെ പറഞ്ഞ ഒരു പ്രസ്താവന എൻ്റെ മനസ്സിൽ വന്നു. ഈ ALS രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാൾ മരണം കാത്തു കഴിയുന്നത് പോലെയാണ്. അപ്പോൾ ഈ മരണമെന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്കൊരു ഭയമാണ് അല്ലേ. ഇനി നാളെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം തീർന്നാൽ എന്ത് സംഭവിക്കും. ആരോഗ്യമായിട്ടിരിക്കുന്ന ആളുകൾ പോലും അങ്ങനെ ഭയപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മരണത്തെ ഭയക്കേണ്ട ആവശ്യമില്ലേ? മരണത്തെ ഭയക്കേണ്ട കാര്യമുണ്ട് തീർച്ചയായിട്ടും. ഈ ലോകത്തിലെ ജീവിതം 10, 30, 60, 70, 80, 100 ഒക്കെ ഉള്ള ആയുഷ്കാലമാണ് നമുക്കുള്ളത്. അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ടാണ് നിത്യജീവൻ. ആ നിത്യതയിൽ നമ്മൾ എന്താകും എന്നുള്ള കാര്യങ്ങൾ അതിനെ ബാധിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ എന്ത് തീരുമാനങ്ങളെടുത്തു, നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവായിട്ടൊരു യഥാർത്ഥമായ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലയോ. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മുതൽ തന്നെ കർത്താവ് നമ്മളെ അറിയുന്നു. അവരെന്ത് നമ്മളെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻ ഐ കം ടു എ റിലേഷൻഷിപ്പ് വിത്ത് യു. നമ്മളുമായിട്ടൊരു റിലേഷൻഷിപ്പിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് അതിനുവേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളത് നിസ്സാരമാക്കി കണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെ പോയാൽ നമ്മുടെ ജീവിതം ഭയപ്പെടേണ്ട കാര്യമുണ്ട്. കാരണം ഈ ജീവിതം കഴിഞ്ഞേച്ച് പിന്നെ നമുക്ക് അതിന് കറക്റ്റ് ചെയ്യാനുള്ള സമയമില്ല. ഇപ്പോഴാകുന്ന സുപ്രസാദ കാലം. ഈ സമയത്ത് തീരുമാനമെടുക്കണം. ആ തീരുമാനത്തിൽ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ദൈവം സഹായിക്കുക, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടും. ഇതൊക്കെയാണ് കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹമാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കാനോ ഉള്ള കാര്യമല്ല. ഇത് അവനവൻ്റെ സ്വന്തം കാര്യമാണ്. എനിക്കിത്രയും പറയുവാൻ തക്കൊണ്ട് സാധിക്കുന്നത് എൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ ഒന്നുമല്ല. എന്നാൽ അത് ഞാൻ പറഞ്ഞ പോലെ ദൈവം തന്ന ആ ഒരു അവസരം അത് വൃഥാവാക്കി കളയാതെ, നാളെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാതെ, ഇപ്പോഴാകുന്ന സുപ്രധാന കാലം, നാളത്തേക്ക് ഇത് മാറ്റിവെച്ചാൽ നാളെ നമ്മളുണ്ടോ എന്നുള്ളത് ജീവിതത്തിൽ നമുക്ക് യാതൊരു ഗ്യാരൻറ്റിയുമില്ല. നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന സമയം നമ്മളത് കർത്താവുമായി ഒരു ഹൃദയത്തിൽ ആ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ദിവ്യമായൊരു പീസ് ദൈവം തരും. ഞാൻ ഓർക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം അത് കർത്താവിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് സൺഡേ സ്കൂളിൽ വെച്ചാണ്. ചെറുപ്രായത്തിലാണ്. അന്നത്തെ ദിവസം എന്തോ ഒരു സന്തോഷവും. വീട്ടിൽ ചെന്നു എല്ലാവരോടും പറഞ്ഞു. ഇറ്റ്സ് ലൈക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് ദൈവം തരുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളായതുള്ളതുകൊണ്ട് ലോകത്തിലെ സകല പ്രശ്നങ്ങളും തീർന്നതല്ല. പക്ഷേ പ്രശ്നങ്ങളുടെ മധ്യയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് സഹായിക്കും. ഞാൻ പറഞ്ഞ പോലെ മരണത്തെ ഭയമില്ല. മരണം എന്ന് പറയുന്നത് ഈ ലോകത്തെക്കാട്ടും ഈ ലോകത്തുനിന്ന് കടന്നു പോകാനുള്ളൊരു വാഹനമാണ് ഈ അസുഖവും കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ പാട്ടിൻ്റെ കാര്യം പറഞ്ഞത്.
ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു പ്രശ്നങ്ങളും നിത്യമായിട്ടിരിക്കത്തില്ല. ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞാലും അടുത്ത അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ ദൈവം സഹായിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷമാണ് അത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ മുമ്പേ പറഞ്ഞ ഒരു വാക്യം, ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു വാക്യം മുമ്പേ പറഞ്ഞായിരുന്നു. എന്നാൽ ആ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മരണം ഭയപ്പെടാൻ കഴിയേണ്ട ഒരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ, ദൈവക്രോധം ആരുടെ മേൽ വസിക്കുന്നോ അവർ ഭയപ്പെടേണ്ട ആവശ്യമുണ്ട്. കാരണം പുത്രനിൽ വിശ്വസിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിത്യനാശത്തിലേക്ക് വധിക്കുവാൻ ആണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ മനുഷ്യർക്കും ദൈവം സ്നേഹം പകർന്നിരിക്കുകയാണ്. യേശുക്രിസ്തു പാപപരിഹാരം വരുത്തിയിരിക്കുകയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി എന്ന് ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്ക് നിത്യജീവൻ നൽകാം. എല്ലാവർക്കും സ്വർഗത്തിൽ പോകാനുള്ള സാധ്യത ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സന്ദേശം അങ്ങളത് വീണ്ടും ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ അങ്കിളിൻ്റെ ഈ സാക്ഷ്യം, ഈ ഒരു അനുഭവം കേട്ടപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ജീവിതത്തിൽ എല്ലാം ഉള്ളപ്പോഴും പല ആളുകളും നിരാശയില്ല. എല്ലാമുണ്ട്, പണമുണ്ട്, സാഹചര്യമുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, കുടുംബമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ എന്തൊക്കെയോ നിരാശ അലട്ടുന്ന ആളുകളുണ്ട്. ചില ആളുകൾ യാതൊരു കാരണവുമില്ലാതെ ജീവിതം അവസാനിപ്പിക്കണം, പല പിരിമുറുക്കങ്ങളാണ്, അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുകയാണ്, നിരാശയാണ് എന്നൊക്കെ പറഞ്ഞ് ജീവിതത്തെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർക്കൊക്കെ ഒരു വെല്ലുവിളിയാണ് താങ്കളുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പം ഈ ലൈഫ് ഫോക്കസിൻ്റെ മോട്ടിവേഷൻ ജംഗ്ഷൻ എന്നാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിന് ഇട്ടിരിക്കുന്ന പേര്. കാരണം ആളുകൾ ഈ ജീവിതത്തിലൂടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടണം. ജീവിതം അവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല, അതിലപ്പുറമായി സന്തോഷിക്കുവാനുള്ളതാണ്, അർത്ഥം കണ്ടെത്താനുള്ളതാണ്. അവർക്ക് എന്ത് മോട്ടിവേഷനാണ് ഞങ്ങൾ നൽകാൻ കഴിയുന്നത്? നമ്മുടെ ജീവിതത്തെ ഏറ്റവും കരുതുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞു. സൃഷ്ടി തന്നെ നോക്കിയാൽ ദൈവം 6 ദിവസം സൃഷ്ടിച്ചു, 7-ാം ദിവസം ദൈവം റെസ്റ്റ് എടുത്തു. അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നെവർ എൻഡിങ് ആയിട്ട് അങ്ങ് ജോലി ചെയ്ത് അധ്വാനിക്കാൻ തന്നെയാണ് ദൈവം പഠിപ്പിക്കുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ ഈ ചക്രം ചവിട്ടി അങ്ങ് ഇരിക്കുകയല്ല, നമ്മൾ ആശ്വസിക്കുകയും സമാധാനിക്കുകയും ദൈവത്തിൽ ശ്രദ്ധ വയ്ക്കുകയാണ്. അതാണ് ദൈവം അതിൽ നിന്ന് പഠിപ്പിക്കുന്ന കാര്യം. നമ്മൾ ഈ ലോകത്തിൽ എത്ര പൈസ ഉണ്ടാക്കിയാലും, ഇപ്പം എൻ്റെ ഈ അസുഖം തന്നെ അങ്ങനെ ഏറ്റവും ഈ ലോകത്തിലെ ധനവാനായ ഒരു മനുഷ്യന് ഈ അസുഖം വന്നാൽ ആ പൈസ കൊണ്ട് എന്തോ പ്രയോജനമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇറാഖിൽ കുവൈറ്റ് ഇൻവേഷൻ കഴിഞ്ഞപ്പോൾ അവിടെ വലിയ പൈസ ഉള്ളവരൊക്കെ പൈസ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, പൈസയ്ക്ക് വിലയില്ല, പൈസ ചുമ്മാ കാറ്റ് പറത്താതേ ഉള്ളൂ. എന്നാൽ അതാണ് ഈ ലോകത്തിൻ്റെ നേട്ടം. എന്നാൽ ദൈവം പറയുന്നത് നമ്മുടെ ഈ തന്നിരിക്കുന്ന അവസരങ്ങളിൽ കർത്താവിനെ പിൻപറ്റിയാൽ അവൻ വേണ്ടുന്ന സമാധാനം തരും. സമാധാനവും പീസും ഒക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ ഒരു പ്രത്യേക കാര്യമുണ്ട്, സംതൃപ്തി എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെങ്കിലേ ഒക്കത്തുള്ളൂ. അതായത് ആർത്തി മാറി ഉള്ളതിൽ സന്തോഷം. ഞാൻ പറയുമായിരുന്നു, എന്തെല്ലാം ഉണ്ടാക്കി പല കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം, എന്നാൽ നാളെക്കുറിച്ച് ഈ സമ്പാദിക്കുന്നത് നാളെക്കുറിച്ചുള്ള വറിയുണ്ടാകും. നാളെ എന്ത് പറ്റും. പക്ഷേ എന്തു പറ്റിയാലും നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മുടെ ആശ്രയം കർത്താവിലാണെങ്കിൽ കർത്താവിൽ വഴി നടത്തും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യാതൊന്നും ചെയ്യാൻ വയ്യാത്തൊരവസരത്തിൽ ദൈവം വഴികളെ ഒരുക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ പ്രയാസപ്പെടുന്നുണ്ട്. ലൈഫ് ഈസ് നോട്ട് ഈസി, എനിക്കും നോട്ട് ഈസി. പക്ഷേ അതിൻ്റെ മണ്ടയിൽ സമാധാനം. നമുക്കെന്താണ് ശരിക്കും വേണ്ടിയത്? ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചിട്ട് എന്നോട് സംസാരിച്ചൊരു വ്യക്തിയോട് പറഞ്ഞു, നമുക്ക് വേണ്ടുന്നത് കിടക്കാനൊരു കട്ടിൽ, കാലാവസ്ഥയുടെ പ്രതികൂലതയിൽ നിന്ന് മാറിയിരിക്കാൻ ഒരു റൂഫ് ഉണ്ടായിരിക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റുമെങ്കിൽ ഒരു വാഹനം ഉണ്ടെങ്കിൽ കൊള്ളാം, വല്ലതും സമയത്തിന് ഭക്ഷണം കിട്ടണം, പ്രിയപ്പെട്ടവർ കൂടെയുണ്ട്. ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യന് ആവശ്യം? ബാക്കി എല്ലാം അധികപ്പെട്ടാണ്. പക്ഷേ അത് അനുഭവിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ദൈവം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ നമ്മുടെ ലോകത്തിൻ്റെ മുമ്പേയുള്ള ആർത്തി അതാണ് നമ്മളെ, അതുകൊണ്ട് വേണ്ട കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താതെ പോകും. അതിൽ നമ്മൾ മനസ്സ് എത്ര കിട്ടിയാലും
നമ്മൾ ഒരു കാര്യം നോക്കിയാൽ ഒരു സ്പോർട്സ് ഉള്ള ആൾ അതിൽ താല്പര്യപ്പെട്ട് കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും അതിനേക്കാൾ അടുത്ത പടി. ജോലിയിലെ കരിയർ നോക്കിയാൽ അതിൻ്റെ അടുത്ത പടി. സോ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിക്കഴിയുമ്പോൾ അതിനപ്പുറത്തെ ആഗ്രഹമാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ കർത്താവിലുള്ള സ്നേഹം, കർത്താവിലുള്ള സമാധാനം, കർത്താവിലുള്ള സന്തോഷം അത് വരുമ്പോൾ പിന്നത്തെ ആർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ അനുഭവിക്കുന്ന നന്മ അത് സ്വാർത്ഥതയായിട്ട് വെക്കാതെ മറ്റുള്ളവരോട് ഈ കാര്യം പറയുകയാണ്. അത് വരുമ്പോൾ അത് തന്നെ ഒരു സന്തോഷമുണ്ട്. ദൈവം എൻ്റെ ഈ സുവർത്താനം മറ്റുള്ളവരെ അറിയിക്കുവാൻ ദൈവം സഹായിച്ചു. ആ രീതിയിൽ വളരെ സമാധാനം അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ വർത്താനം പറയുന്നത് ഒരു വാക്യമുണ്ട്, ബി സ്റ്റിൽ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ആം ഗാഡ്. നമ്മൾ ഈ പരാക്രമം കാണിച്ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്കൊരു അസുഖം വന്നു, അല്ലെങ്കിൽ നമുക്കൊരു ഫൈനാൻഷ്യൽ പ്രോബ്ലം വന്നു, നമ്മളെന്തോ ചെയ്യുന്നത് നമ്മുടെ കഴിവ് കൊണ്ട് അതിനെ സോൾവ് ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ടതല്ലേ ഞാൻ പറയുന്നത്. അസുഖം വന്നാൽ ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന ബുദ്ധി അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. നമ്മൾ ആ ലിമിറ്റ് വിട്ട് പോകുമ്പോഴാണ് നമ്മൾ ആകുലപ്പെടും. ആകുലം എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് ആകാവുന്നതിന് അപ്പുറമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ആകുലം. പക്ഷെ ആ സമയത്താണ് ദൈവം പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, കാരണം അവർ ആകുലപ്പെടുക. എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ആ ആശ്വാസം വന്നു കഴിയുമ്പോൾ ഈ സൂസൈഡ് ചെയ്യേണ്ട ചിന്തയെല്ലാം പോകും. കാരണം ദൈവം ആശ്വാസം തരിക. നിങ്ങളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് ഗതി പൊട്ടി ഇനി ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ആ കാര്യം ചിന്തിക്കുകയും കാര്യങ്ങൾ ചെയ്യേണ്ട ഈ സമയത്താണ്. ആ സമയത്ത് ഈ തന്നിരിക്കുന്ന നല്ല അവസരം പാഴാക്കി നിങ്ങൾ ആത്മഹത്യ ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ ഇല്ല ഒരു പറച്ചിലുണ്ട്, തീയിൽ നിന്ന് അതിനെക്കാട്ടും വേസ്റ്റായിട്ടുള്ള പ്രയാസത്തിലോട്ട് ജമ്പ് ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഈ സമയങ്ങൾ നിങ്ങൾ അങ്ങനെയുള്ള ചിന്തകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം സമാധാനപ്പെട്ട് കർത്താവിലേക്ക് വരിക, കർത്താവിലേക്ക് ആശ്രയിക്കുക. നിങ്ങളുടെ ജീവിത ആവശ്യങ്ങൾക്ക് ദൈവം പരിഹാരം തരും. ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ കർത്താവിന് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് സൗഖ്യമുള്ളവരായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ, പഴയതിനേക്കാൾ ആരോഗ്യമുള്ളവരായിരിക്കാൻ ദൈവത്തിന് കഴിയും. എന്നാൽ നമുക്ക് വരുന്ന കാര്യങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെ നന്മയും തിന്മയും ദൈവത്തിനറിയാം. ഒരു പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുന്നു, എനിക്ക് സൗഖ്യം തന്നിരുന്നെങ്കിൽ ഞാനിങ്ങനെ ഒരു സമയമെടുത്ത് നിങ്ങളോട് സംസാരിക്കുകയില്ല. ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ദൈവം ഇങ്ങനെ കീപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈ ഒരു അവസരം എനിക്ക് മറ്റുള്ളവരോട് കാര്യം പറയാം. എൻ്റെ ജീവിതമാണ് ഇത്, ഉണ്ടാക്കിയ കഥയല്ല, ഇത് എൻ്റെ ജീവിതമാണ്. ഞാൻ ഐ എം ഷെയറിങ് വിത്ത് യു. സോ ആ രീതിയിലാണ് ദൈവം സമാധാനത്തെ തരുന്നത്, സന്തോഷത്തെ തരുന്നത്, സംതൃപ്തിയെ തരുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പീരിയൻസ്. അത് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് ഒരു പുരോഹിതനോ ഒരു മതത്തിനോ തരാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മതമൊക്കെ നല്ലതാണ്. എന്നാൽ ഈ കാതലായ കാര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവുമായി യഥാർത്ഥത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുക. അതിന് കാര്യങ്ങൾ ദൈവം ആഗ്രഹത്തെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുക, ദൈവം അത് തരും. അതാണ് സമാധാനത്തിനുള്ള കാര്യം. സ്വർഗത്തിൽ വസിച്ചിരുന്ന ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ സർവ്വലോകത്തിലെ ജനങ്ങളുടെയും എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി എല്ലാവരുടെയും പാപത്തിന് ഉള്ള പ്രതിവിധി കുരിശിൽ കൊടുത്ത് നമുക്ക് വീണ്ടും ജീവൻ തന്നിരിക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് കർത്താവ് ഞാൻ ചെയ്ത കുറ്റങ്ങൾക്ക് ഞാൻ അതിന് പണിഷ്മെൻറ്റ് കിട്ടേണ്ട ആളാണ്. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. നമ്മൾ ചെയ്ത കുറ്റങ്ങൾ, നമ്മൾ പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു, ചെയ്തില്ലെങ്കിൽ പോലും പാപത്തിൻ്റെ ചിന്തകളില്ലാത്തവരാരുമില്ല. എന്നാൽ പാപത്തിൻ്റെ ചിന്തയുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്തു എന്നുള്ളതാണ്. ആ എല്ലാ സർവ്വപാപത്തിനും പരിഹാരമായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചെന്ന് മാത്രമല്ല, മരണത്തെ ജയിച്ച് ജയാളിയായി ഇന്ന് ജീവിക്കുന്ന ദൈവമായി നമ്മളോട് കൂടെയുള്ള ദൈവമാണ്. ആ ഒരു ലിവിങ് ഗോഡാണ് നമുക്ക് ഈ ജീവിക്കാനുള്ള സന്തോഷവും തരുന്നത്.
ആ ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുമ്പോൾ നമ്മുടെ ലോകത്തിലെ പ്രയാസങ്ങൾക്ക് തരണം ചെയ്യാൻ, സന്തോഷത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ, പ്രത്യാശയോടുകൂടി ജീവിക്കാൻ ഒക്കെയും ദൈവം സഹായിക്കും. എൻ്റെ ആഗ്രഹവും മറ്റുള്ളവർ എന്നെ കേൾക്കുന്നവർ അവരുടെ ജീവിതത്തെ കൊണ്ട് നിരാശപ്പെടാതെ ഈ കർത്താവിൽ ആശ്രയിച്ച് എനിക്ക് ദൈവം തന്ന ഈ സമാധാനം അനുഭവിക്കുക. ഈ കർത്താവുമായി ആരെങ്കിലും ഒരു റിലേഷനിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ഈ സമയം ദൈവം തരുന്ന ഒരു സമയമെന്ന് കരുതി അത് ചിന്തിക്കുക. ചിന്തയില്ലാത്തവരായി പോകരുത്. ചിന്തിക്കുക, സമയത്തെ ഉപയോഗിക്കുക. ഇപ്പോഴാവുന്ന സുപ്രധാനകാരം അത് കളയാതെ ഇരുന്നാൽ ധൈര്യത്തോടെ ഈ ജീവിതം കഴിഞ്ഞ് അക്കരെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം സഹായിക്കും. അതാണ് എൻ്റെ ജീവിതം. താങ്ക് യു സോ മച്ച് ഡിയർ അങ്കിൾ. അല്പസമയം ഞാൻ തന്നെ അങ്കിളിന് അടുത്തിരുന്നപ്പോൾ എനിക്ക് ശരിക്കും ആ ഒരു എനർജി ഫീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു എനർജി, ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു മോട്ടിവേഷൻ ഒക്കെ എനിക്ക് ലഭിച്ചു. തീർച്ചയായും പ്രേക്ഷകർക്കും അത് ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ശരീരം അനക്കുവാൻ കഴിയാതെ, സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ നിരാശപ്പെടേണ്ട സ്ഥാനത്ത് പരിപൂർണ്ണ സമാധാനത്തോടെ, ഹൃദയം നിറഞ്ഞ സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് നമ്മൾ കാണുന്നത്. നമ്മളൊരു പക്ഷെങ്കിൽ പലവിധമായ നിരാശയിലും ബുദ്ധിമുട്ടിലും അല്ലെങ്കിൽ മാനസിക നില തകർന്ന നിലയിലൊക്കെ ആയിരിക്കും കടന്നു പോകുന്നത്. എന്നാൽ നമുക്ക് ഇതൊരു നല്ല ഉദാഹരണമായിട്ടെടുക്കാം. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഇങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമാധാനമുണ്ട്, ജീവിതത്തിൽ നൽകപ്പെടുന്ന ഒരു പുതിയ ജീവനുണ്ട്. ഇതൊക്കെ നമുക്ക് തിരിച്ചറിയുവാൻ ഇത് മുഖാന്തരമായി തീരട്ടെ. ബൈബിൾ പറയുന്നത് മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് പറഞ്ഞാൽ ഇത് യേശുക്രിസ്തു എന്ന് പറയുന്നത് ജീവിതത്തെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുന്ന ഒരു വ്യക്തിവിശേഷമാണ്. ആ യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ വന്ന ഒരു മനുഷ്യനും നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രത്യാശയുണ്ട്, അവർക്ക് സമാധാനമുണ്ട്, അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയുന്ന ദൈവസ്നേഹം അവരിൽ നിറയപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇത്രയും സമയം ഈ മോട്ടിവേഷൻ ജംഗ്ഷൻ എന്ന ഈ പ്രോഗ്രാമിനെ ശ്രദ്ധിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.